അല്ല, അത് SDPIക്കാരല്ല, അത് കാസയാകാനാണ്. CPIയുടെ പ്രാദേശികമായ ആരെങ്കിലും പ്രവർത്തകർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഹന്ന ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടേതാണ് പിന്നെ വിവാദം ഉണ്ടായത്. ആ കുട്ടി ജൂൺ മുതലാണ് അവിടെ സ്കൂൾ തുടങ്ങുന്നത്. അതിനുശേഷം കണ്ടിന്യൂ പോയിരുന്നു. ഇതിനിടയിൽ അവരെ കുടുംബത്തിൻ്റെ അസുഖവും എന്തോ മരണമൊക്കെ വെച്ചിട്ട് കുറേ നാൾ പിന്നെ പോകാതെ ഇരുന്നു. അങ്ങനെ ഒരു ഇടവേള അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ പോകുമ്പോഴൊക്കെ തന്നെ അവിടെ പിന്നെ ഈ സ്കൂളിൽ പിന്നെ സൈക്കിൾ വെക്കുന്ന സൈഡുണ്ട്. ആ സൈഡിൽ വരെയും ഈ പിന്നെ മഫ്ത എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളത് ഊരി വെച്ചതിന് ശേഷം ഒരു ഷാൾ ഇട്ടുകൊണ്ട് അകത്ത് കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഷാൾ ഇട്ടുകൊണ്ട് ഈ കുട്ടി പോകുക. അതാണ് നിങ്ങൾ പറയുന്നത് ഇതുവരെയും വിവാദം ഉണ്ടായി, ഇപ്പം പൊടുന്നനെ വിവാദം ഉണ്ടായെന്നുള്ളത്. ഇപ്പോഴടുത്താണ് പിന്നെ അവിടുത്തെ പിന്നെ സ്കൂൾ അധികൃതർ പറയുന്നത് ആ ഷാളും ഇടരുതെന്ന്. അങ്ങനെ ഷാൾ ഇടാതിരിക്കുമ്പോഴാണ്, ഷാൾ അല്ല ഇടണമെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ 1 മണിക്കൂർ, നമ്മൾ ഓർത്ത് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ 1 മണിക്കൂർ ബാഗൊക്കെ വെച്ചിട്ട് വെയിലത്ത് നിർത്തുക. അത് ഒരു ദിവസമല്ല, പല ദിവസം അത് ആവർത്തിച്ചു. അങ്ങനെ രക്ഷകർത്താക്കളെ വിളിക്കും, രക്ഷകർത്താക്കൾ വന്ന് സംസാരിക്കും, പോവും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവർ പിന്നെ അധികൃതർ തന്നെ, സ്കൂളിൻ്റെ അധികൃതർ തന്നെ എന്ത് ചെയ്തു, ഇനി ഈ കുട്ടി ഇവിടെ പഠിപ്പിക്കില്ല, TC തരികയാണ്. TC തരുമ്പോൾ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത നിലയിലേക്ക് സ്കൂൾ പിന്നെ TC തരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഈ പിതാവ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉള്ളൊരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലയിൽ അതുവരെ STP അറിയുന്നുമില്ല ഈ വിഷയം. STP അതിനകത്ത് കക്ഷിയല്ല. സ്വാഭാവികമായിട്ട് STPയുടെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റ് എടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ട്, കുറേ നാളുകൊണ്ട് വെയിലത്ത് നിൽക്കുകയാണ്, ഷാളിട്ട് പോലും പോകാൻ കഴിയുന്നില്ല എന്നൊരു വിഷയം പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ പോയി സംസാരിച്ചു. ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലയിൽ സംസാരിക്കണമല്ലോ. അങ്ങനെ അവിടെ പോയി മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായത്, ഇന്നൊരു വീഡിയോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരാദ്യം പോയി സംസാരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ്. പിന്നീട് ആ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഇടപെടൽ, PTA പ്രസിഡന്റൊക്കെ കാസയുടെ കറകളഞ്ഞ ഒരാളാണ്, പിന്നെ BJPയുടെ പിന്നെ സഖ്യകക്ഷിപ്പെട്ട ഒരാളിൻ്റെ നേതാവൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നെ പ്രകോപിപ്പിക്കുകയാണ്, വളരെ മോശമായ സംസാരിക്കുന്നു. അങ്ങനെയാണ് അവർ പിന്നെ വീഡിയോ എടുക്കുന്നു, ഈ വന്ന് സംസാരിക്കുന്നവരെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ പിന്നീടാണ് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് വീഡിയോ തിരിച്ചെടുക്കുന്നത്. അതായത് പിന്നെ ഇത് കാസയുടെ ഒരു ക്രിയേറ്റിംഗ് ആണ്. ഇതിവിടെ മാത്രമല്ല, ഇതിനു മുമ്പ് നിർമ്മല കോളേജിൽ ഇതുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കാസയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂളിലോ പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിലോ ഒക്കെ ബോധപൂർവമായി ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുക, അതിനുശേഷം അത് വിവാദമുണ്ടാവും. അതിൻ്റെ ആത്യന്തികമായ ഫലം BJPക്കാണ് ഉണ്ടാകുന്നത്. ഇതുവരെ നടന്ന സംഭവം BJPക്കാണ് ഉണ്ടായത്. അതുകൊണ്ടാവാം, ഒരുപക്ഷെ തിരിച്ചറിഞ്ഞതാവാം ശിവൻകുട്ടിയുടെ ഇപ്പോൾ കൃത്യമായ ഇടപെടൽ. കാരണം അദ്ദേഹം അതിനകത്ത് ഇതുപോലെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇത് BJPക്ക് അനുകൂലമായി മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ അകലുന്ന ഒരു സമീപനം RSS നിയന്ത്രിക്കുന്ന കാസ നടത്തുന്നുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഇതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു, മുസ്ലിങ്ങളെയും ക്രൈസ്തവരും തമ്മിൽ അകലാൻ കാസ കാരണമാകുന്നു പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് സമാനമായി ശിവൻകുട്ടി ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് നല്ലൊരു സമീപനമാണ്. പിന്നെ ഒരു മതേതര രാജ്യത്ത് ആ കുട്ടിക്ക് അവകാശമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം, അതിനകത്ത് പിന്നെ സ്കൂളിന് വിലക്കാൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായ നിലപാടെടുത്തു. അതിനെ നമ്മൾ പിന്നെ അംഗീകരിക്കുന്നു. ഒരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വൈകിയാണെങ്കിലും ഇനിയിപ്പം നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കണം. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ വളരെ വിദ്വേഷമാണ്. സ്വാഭാവികമായിട്ടും ഈ പിന്നെ സൈബർ വിഭാഗത്തിലുണ്ടാകുന്ന വിദ്വേഷത്തിനെതിരെയും സർക്കാർ നടപടി എടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം.